തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അമ്പലത്തറ വാർഡിൽ ഇടത് വലത് മുന്നണികൾക്ക് ഇത്തവണത്തെ പോരാട്ടം ഇച്ചിരി മത്സരം കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവിടെ NDAയുടെ സ്ഥാനാർത്ഥി അത്രയ്ക്ക് ശക്തയായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഹാട്രിക് വിജയം, അതായത് കോർപ്പറേഷനിലേക്ക് 3-ാം തവണ അടുപ്പിച്ച് വിജയിക്കാൻ ഉറച്ച് എത്തുന്ന സിമി ജ്യോതിഷാണ് അമ്പലത്തറയിലെ NDAയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഇവിടെ പോരാട്ടം കുറച്ച് കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഈ ഒരു വാർഡിൽ നിരവധി പ്രശ്നങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യം, റോഡ് വികസനം അടക്കം ചർച്ചയാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് കണ്ടിട്ട് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനമടക്കം വന്ന സാഹചര്യത്തിൽ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടപടികളൊക്കെ ആരംഭിച്ച സാഹചര്യത്തിലും തലസ്ഥാനത്തെ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥികളെ. ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഉള്ളത് മുൻ കൗൺസിലറാണ്, ഒപ്പം തന്നെ ബിജെപിയുടെ സിറ്റി ചുമതല അടക്കമുള്ള ഒരു ആരാധ്യയായ സ്ഥാനാർത്ഥിക്ക് ഒപ്പമാണ്. മറ്റാരുമല്ല, പേരെടുത്ത് പറയേണ്ട മുൻ കൗൺസിൽ കൂടിയായ സിമി ജ്യോതിഷാണ് എനിക്കൊപ്പം ഉള്ളത്. 2 തവണ നഗരസഭയിലേക്ക് എത്തി, ജനവിധി തേടി, ഇപ്പോൾ 3-ാം തവണ വീണ്ടും ഒരു ഹാട്രിക് വിജയത്തിനായി ഇറങ്ങുകയുമാണ്. എങ്ങനെയുണ്ട് അമ്പലത്തറയിലെ ജനങ്ങളുടെ ഒരു സ്വീകരണത്തോടുകൂടി മുന്നോട്ട് പോകണം? വളരെ നല്ല സ്വീകരണമായിരുന്നു. കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ചിട്ട് വളരെ ഒരു സ്വീകാര്യത തന്നെയാണ് എനിക്കിപ്പോൾ അമ്പലത്തറയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 2 തവണയും മത്സരിച്ചു. മറ്റ് 2 വാർഡുകളാണ്. പുതിയതായിട്ട് ആദ്യമായിട്ട് ഈ വാർഡിലേക്ക് എത്തണം. പക്ഷെ വാർഡത്ര അപരിചിതമൊന്നുമല്ല, സ്ഥിരം യാത്രക്കാരിയൊക്കെയാണ്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്വം, ചുമതലയൊക്കെ കിട്ടിയതിന് ശേഷം സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നു. എന്തൊക്കെ പ്രാദേശിക വിഷയങ്ങളായിരിക്കും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്? ഇവിടുത്തെ പ്രവർത്തകരെല്ലാവരും നല്ല പരിചയമുള്ളവരാണ്. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പലതവണ വന്നിട്ടുള്ള വാർഡുമാണ്. ഇവിടെ നിലവിൽ ഉള്ള കൗൺസിലർ വർഷങ്ങളായിട്ട് അവർ മാറി ഒരു കുടുംബത്തിലുള്ള 2 പേര് തന്നെയാണ് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കേരളം നമ്പർ 1 എന്ന് പറയുന്നു. നഗരസഭ നിരവധി അവാർഡുകൾ വാങ്ങിയെന്ന് മേയർ അവകാശപ്പെടുന്നു. അപ്പോഴും ഈ പ്രദേശം ഉൾപ്പെടെയുള്ള പല ഭാഗത്തും, അമ്പലത്തറയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞു. യാതൊരു തരത്തിലൊരു വികസനം പ്രവർത്തനം ഒന്നും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ BJPയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുള്ള മേഖല, BJPക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തവരുടെ ഒരു പ്രദേശം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റി നിർത്തിക്കുന്നത്. ഈവൻ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ CPIക്കാർക്ക് അല്ലെങ്കിൽ LDFന്റെ പ്രവർത്തകർക്ക് അങ്ങനെ, അല്ലെങ്കിൽ മതം നോക്കിയിട്ടൊക്കെ നൽകിയിട്ടുള്ള വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വരേണ്ട വാർഡാണ്. വികസനം തിരുവനന്തപുരത്തിന് തലസ്ഥാന നഗരമാണ്. നോക്കി കാണുമ്പോൾ നമ്മൾ ഈ പുറമേ കാണുന്ന സംഭവം ഒന്നുമല്ല. ഉള്ളിലേക്ക് വരുമ്പോൾ അമ്പലത്തറ ഞാൻ ഒരിക്കലും ഇത്തരത്തിൽ പ്രതീക്ഷിച്ചില്ല. അത്രയും മാത്രം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യുവാനുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നടക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെ വരണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി മുന്നേ ഉള്ള അവരുടെ അനുഭവങ്ങൾ, 4 ദിവസമായിട്ട് പോകുന്ന പ്രദേശങ്ങളിലൊക്കെയുള്ള ജനങ്ങൾ അവരെ യാതൊരു പേടിയില്ലാതെ തുറന്നു പറയുകയാണ്, ഇന്ന കാര്യങ്ങളാണ്, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, അപ്പം നിങ്ങളെപ്പോലെ ഒരാൾ വരണം എന്നൊക്കെ തുറന്ന് നമ്മളോട് പറയുകയാണ്. പല പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും ഒക്കെ പറയുകയാണ്. മാറ്റം കൊണ്ടുവരാൻ BJP എത്തുന്നു. അതേസമയം തന്നെ CPM അവകാശപ്പെടുന്നത് 31ഓളം അവാർഡുകൾ ഇത്തവണ ഈ കഴിഞ്ഞ ഭരണസമിതി വാങ്ങിയെന്നുള്ളതാണ്. അത് കൃത്യമായിട്ടും അവാർഡുകൾ വാങ്ങിയത് വികസനം എത്തിയിട്ട് തന്നെയാണ്? ഇല്ല, കഴിഞ്ഞ തവണ ഇവിടുന്ന് തന്നെ മൊമെന്റോ വാങ്ങിച്ചിട്ട് വിദേശത്ത് പോയി അത് തന്നെ തിരിച്ചു വാങ്ങി അവാർഡായിട്ട് കൊണ്ടുവന്ന ചരിത്രം നമ്മൾ കണ്ടതാണ്. ഞാൻ 10 വർഷമായിട്ട് സഭയിലുള്ളതാണ്. അപ്പോൾ അമ്പലത്തറ പോലുള്ള വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ അവാർഡ് കൊടുത്തവരാരായാലും അവരെ ഒന്നുകൊണ്ട് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു വാർഡിലൂടെ യാത്ര ചെയ്താൽ മാത്രം മനസ്സിലാവും എങ്ങനെയുള്ള അവാർഡാണ് അവർക്ക് ലഭിച്ചതെന്ന്, അല്ലെങ്കിൽ എന്ത് തരത്തിലാണ് അത് അവർ നേടിയിരിക്കുന്നത്. അവാർഡിലൊന്നും കാര്യമില്ല. അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടുമല്ല നമ്മൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അർഹതപ്പെട്ടവരിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തുവായാലും ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെയാവണം. വികസനം വരേണ്ടത് അങ്ങനെയായിരിക്കണം. ഈ ഭാഗത്തെല്ലാം 3-4 തോടുകൾ ഒഴുകുന്ന ഭാഗമാണ്, ചെറുതും വലുതുമായിട്ടുള്ള. ആ പ്രദേശങ്ങളിലൊന്നും നമുക്ക് യാത്ര ചെയ്യാൻ വയ്യ. മഴ സമയം അല്ലെങ്കിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളാണ്. വെള്ളത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയേ പറ്റും. തിരുവനന്തപുരം മൊത്തത്തിൽ വെള്ളക്കെട്ടാണ്. പക്ഷേ അമ്പലത്തറ എന്ന് പറയുന്നത് ഹൈവേയുടെ ഒരു ഭാഗം വരുന്നുണ്ട്. തിരുവല്ലം 6 ആ പാലം വരെ വരുന്നുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ എപ്പോഴും നനവാണ്. നമുക്കിപ്പോൾ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോലും ചില സ്ഥലത്ത് അശാസ്ത്രീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ ഒന്നും വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഈ വാർഡിൽ കഴിഞ്ഞിട്ടില്ല.
വെള്ളക്കെട്ട് പ്രശ്നമാണെന്ന് പറയുന്നു, മറുഭാഗത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമായി തിരുവനന്തപുരം നഗരസഭ എന്നുള്ളതാണ് മേയറുടെ അവകാശവാദം. അതെങ്ങനെയാണ് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ഈ വാർഡിൽ സഞ്ചരിക്കുമ്പോൾ തോന്നുന്നത്? മാലിന്യം എടുക്കാനുള്ള ഒരു ശാസ്ത്രീയമായ സംവിധാനം ഈ വാർഡിൽ ചെയ്തിട്ടില്ല. ഹരിതകർമ്മസേന ഉണ്ടോ എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള പല ഭാഗത്തും മാലിന്യങ്ങൾ റോഡിൽ വലിച്ചെറിഞ്ഞ നിലയിൽ, പല ഭാഗത്തും കൂമ്പാരം കൂട്ടിയിട്ടേക്കുന്ന നിലയിൽ സംവിധാനങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇവിടെ ചലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിമി ജ്യോതിഷ് പറഞ്ഞതുപോലെയാണ് പ്രചരണം തുടരുകയാണ്. വീടുകൾ കയറിയുള്ള പ്രചരണങ്ങൾ, ഒപ്പം തന്നെ കീ വോട്ടേഴ്സിനെ കാണുന്ന തിരക്കിലൊക്കെയാണ് സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വികസനം എത്തേണ്ട ഒരു വാർഡ് കൂടിയാണ് അമ്പലത്തറ. ആ അമ്പലത്തറയിലേക്ക് വികസനം ഒരു ഭാഗത്തും എത്തിയിട്ടില്ല എന്നുള്ളതാണ് BJPയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സിമി ജ്യോതിഷ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സമരങ്ങൾ, നഗരസഭയിൽ അടക്കം നടന്നിട്ടുള്ള സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ നിന്ന ഒരു ആളുകൂടിയാണ് സിമി ജ്യോതിഷ്. അങ്ങനെ വിവിധ മണ്ഡലങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ച വീട്ടമ്മമാരടക്കമുള്ളവരെ പരിഗണിച്ചപ്പോൾ അതിൽ ചുമതലകൾ വഹിച്ച സിമി ജ്യോതിഷും സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. എന്തായാലും മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം അമ്പലത്തറയ്ക്ക് ഒപ്പം തിരുവനന്തപുരം നഗരസഭയിലും കൊണ്ടുവരുമെന്നുള്ളതാണ് സ്ഥാനാർത്ഥി സിമി ജ്യോതിഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാ ആശംസകളും ജനം TVയുടെ ഭാഗമായിട്ട് നമ്മളും നൽകുകയാണ്. എന്തായാലും ജയിച്ചു വരിക എന്നുള്ളതാണ് ഇന്ത്യ സ്ഥാനാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ അനന്തപുരിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ, നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കാൻ, അങ്ങനെ BJPയുടെ പുലിക്കുട്ടികൾ ഓരോരുത്തരും തലസ്ഥാനത്ത് പ്രചരണം തുടരുകയാണ്. യെസ്, നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാഴ്ചയാണ് കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ശക്തമായ കൗൺസിലർമാർ, NDA കൗൺസിലർമാരിൽ ഒരാളാണ് സിമി ജ്യോതിഷ്. ആ സിമി ജ്യോതിഷിനാണ് ഇത്തവണ അമ്പലത്തറ പിടിക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അമ്പലത്തറയിൽ നിരവധി അടിസ്ഥാന സൗകര്യ പ്രശ്നമുണ്ട്. നേരത്തെ സിമി ജ്യോതിഷ് പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യ പ്രശ്നം, വെള്ളം, അതായത് റോഡിലെ വെള്ളക്കെട്ട് അടക്കം, അത് കോർപ്പറേഷനിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. അത് വലിയ പ്രശ്നം തന്നെയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഈ വെള്ളക്കെട്ട് വലിയ പ്രശ്നം തന്നെയാണ്. അമ്പലത്തറയിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് എന്തായാലും താൻ പരിഹാരം കാണും എന്ന് തന്നെയാണ് സിമി ജ്യോതിഷ് ഉറച്ചു പറയുന്നത്.